ഹായ് വെൽക്കം ടു മാറ്റ്കം SLC ലെക്ചർ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഹീറ്റിംഗ് എഫക്ട് ഓർ ദ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആയിരുന്നു. അതിനകത്ത് എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, വാട്ട് ഈസ് ദ ചാർജ്, പവർ എന്താണ്, വർക്ക് എന്താണ്, ഡെഫിനേഷൻസ് എന്താണ്, കണക്ടിങ് ഇക്വേഷൻസ് എന്താണെന്നെല്ലാം കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഹീറ്റ് എത്രത്തോളം ജനറേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ H is equal to I²RT. അതായത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിലെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് the amount of current flows to the conductor and the resistance of the conductor and the time of current flows. So H is equal to I²RT. ഇനി നമ്മൾ ഓരോ ടേമും ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് കറണ്ടിനകത്ത് അല്ലെങ്കിൽ ഹീറ്റിനകത്ത് എന്ത് വ്യത്യാസം ഉണ്ടാകും നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സസൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറയുന്നതിനെ നമ്മൾ R ആയിട്ട് എടുക്കുന്നു. കറണ്ട് ഫ്ലോസ് ടു ദ കണ്ടക്ടർ ഓർ ദി ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I ആണെങ്കിൽ, the time of current flow, so time of flow എന്ന് പറയുന്നത് T ആണെങ്കിൽ, the heat produced will be equal to I²RT. ഇതിനെ നമുക്ക് H ആയിട്ട് അസ്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു കണ്ടീഷനകത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R ആവുന്നു, ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്ന വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല, ടൈം ഓഫ് ഫ്ലോയ്ക്കും വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ അവിടെ ഹീറ്റ് എന്ത് വരും? H1 is equal to I² into R. R is nothing but ഇവിടെ എത്രയാണ്? 2 times R, 2R into T. ഇപ്പൊ എന്ത് വരും? That is equal to 2 into I²RT. അപ്പൊ I²RT എന്ന് പറയുന്നത് എന്താണ്? H ആണ്. അപ്പൊ എന്ത് വരും? This is equal to 2H. അപ്പൊ നമ്മുടെ ഹീറ്റിന്റെ ചേഞ്ച് എഴുതി എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് it has become doubled or twice. Understood? അടുത്ത കേസിനകത്ത് ഇപ്പം വേറൊരു കേസിൽ R സെയിം ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറഞ്ഞ 2 times ആയി, കറണ്ട് ഫ്ലോ I ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? H2 equal to I². ഐക്ക് പകരം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? 2I the square into resistance into time. 2 square, that is 4 into I²RT. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഹീറ്റ് എന്ന് പറയും I²RT എന്താണ്? H ആണ്. That is nothing but equal to 4 into H. അപ്പൊ എത്ര സമയമായി? ഹീറ്റ് എന്ന് പറഞ്ഞ 4 times ആയി. ഹീറ്റ് become 4 times. ഓക്കെ, ഫൈൻ. ഇനി വേറെ ഉദാഹരണം ആലോചിച്ച് നോക്കിയേ. R എന്ന് പറയുന്നത് 2R ആയി, കറണ്ട് എന്ന് പറയുന്നത് നേരെ പകുതിയായി. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ട്വൈസ് ആയി കണ്ടക്ടറിന്റെ, കറണ്ട് എന്ന് പറയുന്നത് നേരെ പകുതിയായി, ടൈം ഓഫ് ഫ്ലോ അങ്ങനെ തന്നെയാണ്. എന്ത് സംഭവിക്കും? H3 equal to I/2 the whole square into റെസിസ്റ്റൻസ് എത്രയായി? 2 times ആയി, 2R into T. അപ്പൊ എന്ത് വരും? I സ്ക്വയർ ഡിവൈഡ് ബൈ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ 4 into 2R into T. ഇതിനോട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2, ദാറ്റ് ഈസ് I²RT by 2. അപ്പൊ എന്താണ്? I²RT എന്ന് പറയുന്നത് H ആണ്. I²RT എന്ന് പറയുന്നത് H ആണെങ്കിൽ ഇതെന്ത് കിട്ടും? H/2 എന്ന് കിട്ടും. അപ്പൊ എന്തായി? ഹീറ്റ് എന്ന് പറയുന്നത് ബിക്കം ഹാഫ്. ഹീറ്റ് ഹാസ് ബിക്കം ഹാഫ്. അണ്ടർസ്റ്റുഡ്? ഫൈൻ. ഇനി വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. നോക്കിയാൽ റെസിസ്റ്റൻസ് ആയി തന്നെ ഇതിനെ ടൈം ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 2 times ആയെന്ന് വിചാരിക്കുക. അപ്പൊ ഹീറ്റ് എന്ത് വരും? H4 equal to I² into R into 2T. This is nothing but 2 into I²RT. അപ്പൊ എന്ത് സംഭവിച്ചു? ഹീറ്റ് എന്ന് പറയുന്നത് 2 times ആയി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇത് ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ട്വൈസ് ആയി. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഹീറ്റിന് ചേഞ്ച് വന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. സോ how much will be the heat developed if 0.2 ampere current flows through a conductor of resistance 200 ohms in 5 minutes. അതായത് ഒരു കണ്ടക്ടറിലൂടെ 0.2 ആംപിയർ കറണ്ട് കണ്ടക്ടറിലൂടെ ഒഴുകുന്നു. എത്ര സമയം? 5 മിനിറ്റിലേക്ക് 200 ohms. നമുക്കറിയാം കറണ്ടിന്റെ ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആംപിയർ, റെസിസ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന ഓം,
ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹീറ്റ് ആണ്. ഹീറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഐ എത്രയാണ് തന്നിട്ടുണ്ട്? ഐ ഈസ് 0.2 ആംപിയർ. റെസിസ്റ്റൻസ് 200 ഓം ആണ് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ 5 ഇൻറ്റു, കാരണം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആകുമ്പോൾ 5 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് കിട്ടും? ഐ സ്ക്വയർ ദാറ്റ് ഈസ് 0.2 എന്ന് പറയുന്നത് 2/10. 2/10 the whole square into resistance is 200 into time is equal to 300. So what you will get? 2 in the square 4, 10 in the square 100 into 200 into 300. 0 0 cancel ആയിപ്പോയി. So remaining എന്തുണ്ട്? We have 4 into 2 8, 8 into 3 24. 2400 ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ്. 2400 ജൂൾസ് ആയിരിക്കും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കലോറിയും ജൂൾസുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ് ആണ്. അതായത് ഒരു ജൂൾ എന്ന് പറയുന്നത് 1/4.2 കലോറിയാണ്. അപ്പൊ ഈ ജൂളിനെ കലോറിയിലേക്ക് മാറണ എന്ത് ചെയ്താൽ മതി? 2400 ജൂൾസ് ഡിവൈഡ് ബൈ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് കലോറിയിൽ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് കലോറി. അപ്പൊ നമ്മളിപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2 ഇക്വേഷൻ എടുത്തു വെച്ച്. ഒരു ഇക്വേഷൻ ഏതായിരുന്നു? H ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ആദ്യമേ തന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ വി ടി. മറ്റൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓംസ് ലോ അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. അതായത് ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. അപ്പം ഈ ഐക്ക് പകരം, ഈ പറയപ്പെടുന്ന ഐക്ക് പകരം വി ബൈ ആർ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ദറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു വി ഇൻറ്റു ടി. ദറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി ഈസ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. സോ മൂന്നാമതൊരു ഇക്വേഷൻ കൂടി കിട്ടി. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അതായത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം, വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ടി. ബട്ട് ബെറ്റർ ടു ബി ഇതാണ് നല്ലത്, ഈ ഒരു ഇക്വേഷനിലേക്ക് പോവാതിരിക്കുന്ന കാരണം. ഓക്കെ, അങ്ങനെ നമുക്കൊരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫൈൻ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിവൈസ് തന്നു കഴിഞ്ഞാൽ ആ ഡിവൈസിനകത്ത് എത്രത്തോളം കറണ്ട് ജനറേറ്റ് ചെയ്തു അല്ലെ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്തു എന്ന് ഈ പറയപ്പെടുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിന് കൂടുതലായിട്ട് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി കാണാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് developed in 3 minutes. Find out the heat developed in 3 minutes by a device of resistance 920 ohms working under 230 ohms. അതായത് വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്, നോട്ട് ഓംസ്, വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 2230 വോൾട്ട് എന്ന്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920 ആണ് തന്നിട്ടുണ്ട്. ടൈം ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 3 മിനിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള എന്താണ്? വി ഉണ്ട് 230, ആർ ഉണ്ട് 920, ടൈം ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 3 മിനിറ്റ്. അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റിയ 3 into 60 that is equal to 180 seconds. നമുക്കറിയാം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി ഗിവൺ ബൈ ഒന്നെങ്കിൽ ഐ സ്ക്വയർ ആർ ടി, അല്ലെങ്കിൽ ഐ വി ടി, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. നമുക്ക് ഇവിടെ ഐ അറിയത്തില്ലാത്തത് കൊണ്ട് ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 230 ഇൻറ്റു 230 വി സ്ക്വയർ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920, റെസിസ്റ്റൻസ് ഈക്വൽ ടു 920 ഇൻറ്റു ടൈം ഓഫ് ഫ്ലോ ഈസ് 180. 230 divided by 920 4 times വരും. കറക്റ്റ്. 4നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 45. കറക്റ്റ്, 45. Then if you multiply the 45 with the 230, you will be getting 10,350 joules. Clear? So when you are multiplying 230 with the 45, when you are multiplying 230 with the 45, you will be getting 10,350 joules എന്ന ആൻസർ കിട്ടും. നമുക്കിപ്പം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാം? നമുക്ക് ഐ വേണം.
ഐ വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം ഓംസ് ലോ അനുസരിച്ചിട്ട് വി ഈസ് ഈക്വൽ ടു ഐ ആർ. ഇപ്പൊ എന്ത് കണ്ടുപിടിക്കാം? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. വിയുടെ വാല്യൂ എന്താണ്? 230. റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 920. സോ ദാറ്റ് വിൽ ബിക്കം 1/4. നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇപ്പൊ എന്ത് വരും? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4 ദ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 180 സെക്കൻഡ്സ്. ഓക്കെ, 180 സെക്കൻഡ്സ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/16 into 920 into 180. Correct? Fine. So if you're trying to cancel, so when you're taking 920 divided by 16, ചെയ്യാൻ പറ്റില്ല. Obviously we know that is not get simplified. So if you can simplify, if you cancel it by 2, it will become 8. This will become 90. 80 and 90, this will become 4. This will become 45. Correct? Then 92 under cancel. 92, that will become 460. So this will become 2. It will become 460. 46 and cancel either, you will become 280. So you will be getting 280. So you will be getting like 280 into 45. Oh, should we did any mistake? 920 means 45, 44, 60. 460 means 2. No, sorry, I made a mistake. See, it should be 230, not 24. This should be 230, correct? Yeah, 230 into 45. When you multiply 230 into 45, you will be getting 10,350 joules. Correct? Same answer തന്നെ നമുക്ക് രണ്ട് മെത്തേഡിലും ആൻസർ കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് തന്നിരിക്കുന്ന ടേമുകളെ മാറ്റിക്കൊണ്ട് 3 ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു ഐ വി ടി, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട് നമ്മൾ അതിന്റെ ബ്രീഫ് ഐഡിയ ഇന്ന് കാണും, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്കിപ്പോൾ 2 റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം, R1 R2. കറണ്ടിലെ കണക്ഷൻസിനെ നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്നിനെ വിളിക്കുന്ന പേരാണ് സീരീസ് കണക്ഷൻ. അതായത് ഒരു റെസിസ്റ്ററിന് ശേഷം മറ്റൊരു റെസിസ്റ്ററിനെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സീരീസ് കണക്ഷൻ. ഒരു റെസിസ്റ്റർ മറ്റൊരു റെസിസ്റ്റർ രണ്ടും ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ഒരു സിംഗിൾ പോയിന്റിൽ എൻഡ് ചെയ്യുകയും ഈ 2 റെസിസ്റ്റേഴ്സും പാരലലായി ഇരിക്കുകയും ചെയ്യുവാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് പാരലൽ കണക്ഷൻ. ഓക്കെ, ഇനി നമ്മളൊരു പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 പോയിന്റുകൾക്ക് അക്രോസ് മെഷർ ചെയ്യും. അപ്പൊ നമ്മളിവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്തു. അതായത് ഈ 2 പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായാലും 2 ഇൻസ്ട്രുമെന്റിലും സെയിം ആയിരിക്കും. അതായത് ഒരു പാരലൽ കണക്ഷനിൽ voltage or the potential difference voltage remains constant. Voltage എന്ന് പറയുന്നത് ഒരു പാരലൽ കണക്ഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ദ സെയിം വേ ഇതിൽ നിന്ന് കയറി ഇതിലേക്ക്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൊടുക്കാം, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ. വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ എന്താണ് നമ്മുടെ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ആ 2 പോയിന്റുകൾ നമ്മൾ മനസ്സിൽ വെക്കാം. നമ്മൾ ആ 2 പോയിന്റുകൾ നമ്മൾ മനസ്സിൽ വെച്ചാൽ സോ യു ക്യാൻ ടേക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് എ സർക്യൂട്ട് വിത്ത് 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. 2 റെസിസ്റ്റർ R1 R2 നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഫുൾ സർക്യൂട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ 2 ഇൻസ്ട്രുമെന്റ്, ഇപ്പോൾ 2 ബൾബ് വേണമെങ്കിലും ആകാം. ബൾബിനാണെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ട്, 2 ബൾബ് വേണമെങ്കിലും ആവാം. നമ്മളിതൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. നമുക്കൊരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം, സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സോ നമ്മൾ പറഞ്ഞൊരു സീരീസ് കണക്ഷനിൽ എന്താണ്, കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, ഐ റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ ഐ കോൺസ്റ്റന്റ് ആണ്. ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യലിനെ നമുക്ക് V1 എന്ന് അസ്യൂം ചെയ്യാം, ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ നമുക്ക് V2 എന്ന്. നമ്മളൊരു വോൾട്ട് മീറ്റർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കറിയാം ടോട്ടൽ വോൾട്ടേജ് V is equal to V1 plus V2. V equal to what?
V equal to IR. That is equal to V1 എന്ന് പറയാം വോൾട്ടേജ് അക്രോസ് ദ ഫസ്റ്റ് റെസിസ്റ്റർ. അതിലൂടെ കടന്നു പോലെ കറണ്ട് എത്രയാണ്? I തന്നെയാണ്. കാരണം സീരീസ് കണക്ഷനിൽ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. എന്ത് എഴുതാം? I into R1 പ്ലസ് വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡ് റെസിസ്റ്റർ എന്ത് വരും? I into R2. അപ്പം ഈ R എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് റെസിസ്റ്റൻസ്. രണ്ട് റെസിസ്റ്ററുകൾ വെച്ചത് കൊണ്ട് നമുക്കോടെ ഉണ്ടായ നെറ്റ് റെസിസ്റ്റൻസ് എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത്? R എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ I കോൺസ്റ്റന്റ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? R1 പ്ലസ് R2. ഐയും ഐയും ക്യാൻസൽ ചെയ്താൽ വാട്ട് വി ക്യാൻ റൈറ്റ്? R എഫക്റ്റീവ്, അതായത് രണ്ട് റെസിസ്റ്ററുകൾ വെച്ചിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇവിടെ റെസിസ്റ്റൻസ് എന്നതിന് പകരം നമുക്കൊരു ബൾബ് വേണമെങ്കിലും കാണിക്കാം. ഓക്കെ, കാരണം എല്ലാ ബൾബിനും എല്ലാ ഇൻസ്ട്രുമെന്റും വാട്ട് എവർ ഇറ്റ് മേ ബി ദ ഇൻസ്ട്രുമെന്റ്, എല്ലാ ഇൻസ്ട്രുമെന്റിനും എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? ഒരു സീരീസ് കണക്ഷനെ സംബന്ധിച്ചിടത്തോളം എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2. ദെൻ നമ്മളൊരു പാരലൽ കണക്ഷൻ അസ്യൂം ചെയ്യുമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ബൾബുണ്ട്. സോ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്, നമുക്ക് മറ്റൊരു ബൾബുണ്ട്, സെക്കൻഡ് ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ റെസിസ്റ്റൻസ് R1, ഇതിന്റെ റെസിസ്റ്റൻസ് R2 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിനെ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞു പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്, കാരണം ഇതിന് അക്രോസ് നമ്മൾ വോൾട്ട്മീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ അത് സെയിം കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണെങ്കിൽ ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ I1 കറണ്ട്, ഇവിടെ I2 കറണ്ട്. ക്ലിയർ? അപ്പൊ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്ത് വരും? I വിൽ ബി ഈക്വൽ ടു I1 പ്ലസ് I2. കാരണം വന്ന I കറണ്ട് ആണ് I1 ഉം I2 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. I എന്ന് പറയുന്നത് എന്താണ്? V ബൈ R ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറയുന്നത് എന്ത് വരും? V ബൈ R1. നമ്മൾ പറഞ്ഞു സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെയാണ് V ആണ് വോൾട്ടേജ് എങ്കിൽ ഇവിടെയും V ആയിരിക്കും വോൾട്ടേജ്. അപ്പൊ I2 എന്ന് പറയുന്നത് എന്ത് വരും? V ബൈ R2 എന്ന് കിട്ടും. ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും? V ബൈ R1 പ്ലസ് V ബൈ R2 എന്ന് കിട്ടും. എന്താണ് I ഈക്വൽ ടു V ബൈ R. ഇവിടെ V കോൺസ്റ്റന്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് കിട്ടും. അപ്പൊ V ബൈ R എന്ന് Vയും ക്യാൻസൽ ചെയ്താൽ ഈ R എന്ന് പറയുന്നത് എന്താണ്? R എഫക്റ്റീവ്, അതായത് രണ്ട് റെസിസ്റ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ്. സോ 1 ബൈ R എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് കിട്ടും. 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്, കാരണം അല്ലെങ്കിൽ ലെന്ത് വളരെ കൂടിപ്പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഏതെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ അല്ലെങ്കിൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. As a token of gratitude, please like to this particular video, subscribe to the channel, share with your friends, classmates, teachers, എല്ലാവർക്കും ഷെയർ ചെയ്യുക. Keep watching, keep learning. Thanks for watching.